സുവിശേഷത്തിൻ തെളിച്ചം ആത്മാർപ്പണം. വചനം സത്യം ജീവദായകം. വചനം സത്യം ജീവദായകം. വചനം സത്യം ജീവദായകം. അധ്വാനിപ്പവർ തൻ സിരകളിലൊഴുകും ജീവൻ പകരും ദിവ്യഭോജനം. അധ്വാനിപ്പവർ തൻ സിരകളിലൊഴുകും ജീവൻ പകരും ദിവ്യഭോജനം. അതിരുകൾ ഭേദിക്കും സ്നേഹത്തിൻ്റെ രശ്മികൾ ഞങ്ങളെ ഉണർത്തുന്ന പുതിയ പ്രഭാതം. അതിരുകൾ ഭേദിക്കും സ്നേഹത്തിൻ്റെ രശ്മികൾ ഞങ്ങളെ ഉണർത്തുന്ന പുതിയ പ്രഭാതം. ഷാലോമിൻ്റെ എല്ലാ പ്രേക്ഷകർക്കും മന്നയുടെ ഈ എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഇവിടെ പങ്കുവയ്ക്കാൻ പോകുന്ന വിഷയം ശുദ്ധീകരണ സ്ഥലവും ശുദ്ധീകരണത്തിലെ ആത്മാക്കളും. രണ്ടാം ലിയോൺ കൗൺസിൽ 1274 ശുദ്ധീകരണ ആത്മാക്കളോടുള്ള വിശ്വാസ സത്യം സഭയോട് രഹസ്യമായി പ്രഖ്യാപിക്കുകയും പിന്നീട് ഫ്ലോറൻസ് കൗൺസിൽ 1439 അതുപോലെ തന്നെ ട്രസ്റ്റ് കൗൺസിൽ 1563 ഈ വിശ്വാസത്തെ ഉറപ്പിച്ചു പ്രഖ്യാപിച്ചു. പിന്നീട് ഈ വിശ്വാസ സത്യം എല്ലാ കത്തോലിക്ക സഭകളോടും ഇതേക്കുറിച്ച് പഠിപ്പിക്കുവാൻ എല്ലാ മെത്രാന്മാരോടും കൗൺസിൽ ഏർപ്പെടുത്തി. ഇപ്പോഴും കത്തോലിക്ക സഭ വിശ്വാസികൾക്ക് ശുദ്ധീകരണത്തെ വേദനപ്പെടുത്തുന്ന ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് മിക്കവർക്കും അറിയില്ല. മരണാന്തര ജീവിതത്തെക്കുറിച്ച് ബോധ്യമുള്ളവർക്ക് മാത്രമേ ദൈവ ഇഷ്ടം നിറവേറ്റി ഈ ലോകത്ത് ജീവിക്കുകയും ശുദ്ധീകരണത്തിലെ വേദനപ്പെടുന്ന ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും കഴിയുകയുള്ളൂ. പരിശുദ്ധ മാതാവ് ഫാത്തിമയിൽ പ്രത്യക്ഷപ്പെട്ട് മരണാന്തര ജീവിതത്തെക്കുറിച്ച് പറയുന്നുണ്ട്. മരണം, തനതുവിധി, സ്വർഗം, ശുദ്ധീകരണ സ്ഥലം, നരകം, അന്ത്യവിധി ഇവയെക്കുറിച്ച് ഇപ്പോഴും കത്തോലിക്ക വിശ്വാസികൾക്ക് മതിയായ ബോധ്യം ഇല്ല. ശുദ്ധീകരണ സ്ഥലവും ശുദ്ധീകരണ ആത്മാക്കളും ഇവയെക്കുറിച്ച് ബ്രദറിന് ഒന്ന് പങ്കുവയ്ക്കാം. നമ്മളിന്ന് ചിന്തിക്കാൻ പോകുന്ന ഈ ഒരു വിഷയം പ്രത്യേകിച്ച് കത്തോലിക്ക സഭയുടെ പഠനങ്ങളും പ്രബോധനങ്ങളും മാനുഷികമായ ബുദ്ധി കൊണ്ട് ചിന്തിച്ചാൽ ഉൾക്കൊള്ളുവാനോ മനസ്സിലാക്കുവാനോ സാധിക്കുകയില്ല. അപ്പോൾ ദൈവം നമ്മൾ നിക്ഷേപിച്ചിരിക്കുന്ന ആ വിശ്വാസത്തിൻ്റെ ആഴത്തിൽ നിന്ന് ചിന്തിച്ചാൽ മാത്രമേ ശുദ്ധീകരണ സ്ഥലവും ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കളെക്കുറിച്ചുള്ള ആ ബോധ്യങ്ങൾ നമുക്ക് ഉൾക്കൊള്ളാൻ സാധിക്കുകയുള്ളൂ. കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥത്തിൽ 1030 1031 പാരഗ്രാഫിൽ എന്താണ് ശുദ്ധീകരണ സ്ഥലമെന്ന് കത്തോലിക്ക സഭ നമ്മളെ വ്യക്തവും ശക്തവുമായി പഠിപ്പിക്കുന്നുണ്ട്. ദൈവത്തിൻ്റെ കൃപാവരത്തിലും സൗഹൃദത്തിലും മരിക്കുന്നവർ പൂർണ്ണമായും
ശുദ്ധീകരിക്കപ്പെട്ടവരല്ലെങ്കിലും നിത്യരക്ഷയുടെ ഉറപ്പ് നേടിയവരാണ്. എന്നാൽ സ്വർഗീയാനന്ദത്തിലേക്ക് പ്രവേശിക്കുവാൻ ആവശ്യമായ വിശുദ്ധി നേടുന്നതിനു വേണ്ടി അവർ മരണാനന്തരം ശുദ്ധീകരണത്തിന് വിധേയരായിത്തീരുന്നു. തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ ഈ അന്തിമ ശുദ്ധീകരണത്തെ സഭ ശുദ്ധീകരണ സ്ഥലം എന്ന് വിളിക്കുന്നു. അപ്പോൾ ചുരുക്കത്തിൽ പറഞ്ഞാൽ, മരണാനന്തരം ഒരു വ്യക്തിയുടെ ആത്മാവ് സ്വർഗത്തിലേക്ക് പ്രവേശിക്കുവാനായിട്ട് ആ വ്യക്തിയുടെ ആത്മാവ് ഒത്തിരി ആഗ്രഹിക്കുന്നുണ്ട്. മരണാനന്തരം ഒരു വ്യക്തിയുടെ ആത്മാവ് ദൈവത്തോടൊന്നിച്ച് സ്വർഗത്തിൽ പ്രവേശിക്കണമെങ്കിൽ എല്ലാ പാപക്കറകളിൽ നിന്ന് ശുദ്ധീകരിക്കപ്പെട്ട് ആ ആത്മാവ് ശുദ്ധീകരിച്ച ആത്മാവായി മാറണം. കുമ്പസാരം എന്ന കൂദാശയിലൂടെ ഒരു വ്യക്തിയുടെ പാപങ്ങൾ ക്ഷമിക്കപ്പെടുകയും നിത്യശിക്ഷയിൽ നിന്ന് രക്ഷ പ്രാപിക്കുകയും ചെയ്യുന്നു. എന്നാൽ പാപത്തിൻ്റെ ഫലമായി ഉണ്ടായതും ദൈവനീതി ആവശ്യപ്പെടുന്നതുമായ താൽക്കാലിക ശിക്ഷ ആ വ്യക്തിയുടെ ആത്മാവ് അനുഭവിച്ചേ പറ്റൂ. ഈ താൽക്കാലിക ശിക്ഷയ്ക്ക് ഈ ലോകത്ത് വെച്ച് പരിഹാരം ചെയ്തില്ലെങ്കിൽ മരണശേഷം ശുദ്ധീകരണ സ്ഥലത്ത് വെച്ച് ഈ ആത്മാവ് ശുദ്ധീകരിക്കപ്പെട്ടാൽ മാത്രമേ സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ സാധിക്കുകയുള്ളൂ. ഈ ശുദ്ധീകരണ പ്രക്രിയയാണ് ശുദ്ധീകരണ സ്ഥലത്തിൽ ഒരു ആത്മാവ് പൂർത്തിയാക്കുന്നത്. ഞാൻ ചിന്തിക്കുകയായിരുന്നു, ദൈവം ഇങ്ങനൊരു ശുദ്ധീകരണ സ്ഥലം ഒരുക്കിയില്ലായിരുന്നെങ്കിൽ ഒത്തിരി ആത്മാക്കൾ നരകത്തിലേക്ക് പോകുമായിരുന്നു. അപ്പോൾ തീർച്ചയായിട്ടും ദൈവം ഈ ശുദ്ധീകരണ സ്ഥലം ഒരുക്കി വച്ചിരിക്കുന്നത് ദൈവത്തോട് കൂടെ ആയിരിക്കുന്ന ആത്മാക്കളെ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുവാനുള്ള ഒരു വലിയ, അല്ലെങ്കിൽ ദൈവം ഒരുക്കി വച്ചിരിക്കുന്ന സ്ഥലമാണ് ശുദ്ധീകരണ സ്ഥലം. മക്ബയർ 12-ാം അധ്യായം 44 മുതൽ 45 വരെയുള്ള വാക്യത്തിൽ, മരിച്ചവർ ഉയർക്കുമെന്ന് പ്രതീക്ഷയില്ലായിരുന്നെങ്കിൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് നിഷ്പ്രയോജനവും ഭോഷത്വവും ആകുമായിരുന്നു. എന്നാൽ ദൈവഭക്തിയോടെ മരിക്കുന്നവർക്കായി ഒരുക്കിയിരിക്കുന്ന അമൂല്യ സമ്മാനത്തെക്കുറിച്ച് അവൻ പ്രത്യാശ പുലർത്തിയെങ്കിൽ അത് ഭാവനവും ഭക്തിപൂർണവുമായ ഒരു ചിന്തയാണ്. അതിനാൽ മരിച്ചവർക്ക് പാപമോചനം ലഭിക്കുന്നതിന് അവൻ അവർക്ക് വേണ്ടി പാപപരിഹാര കർമ്മം അനുഷ്ഠിച്ചു. പഴയ നിയമത്തിലും മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിട്ട് നാം ഈ തിരുവചനത്തിലൂടെ കാണുന്നു. ഇപ്പോൾ ജീവിച്ചിരിക്കുന്നവർ ഈ പുതിയ നിയമത്തിലും ഇത് എഴുതപ്പെട്ടിരിക്കുന്നതായി നമുക്കറിയാം. അപ്പോൾ അതിനെപ്പറ്റി ബ്രദറിന് എന്താ പറയാനുള്ളത്? യേശു തന്നെ ഈ ശുദ്ധീകരണ സ്ഥലത്തെക്കുറിച്ച് വ്യക്തമായിട്ട് വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിൽ 12-ാം അധ്യായം 32-ാം വചനത്തിൽ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. വചനം ഇങ്ങനെയാണ് നമ്മൾ വായിക്കുക: മനുഷ്യപുത്രനെതിരായി ആരെങ്കിലും ഒരു വാക്ക് പറഞ്ഞാൽ അത് ക്ഷമിക്കപ്പെടും. എന്നാൽ പരിശുദ്ധാത്മാവിനെതിരായി ആരെങ്കിലും സംസാരിച്ചാൽ ഈ യുഗത്തിലോ വരാനിരിക്കുന്ന യുഗത്തിലോ ക്ഷമിക്കപ്പെടുകയില്ല. ഇതിനർത്ഥം ഈ യുഗത്തിലും വരാനിരിക്കുന്ന യുഗത്തിലും ക്ഷമിക്കപ്പെടുന്ന ചില പാപങ്ങളുണ്ടെന്നർത്ഥം. വരാനിരിക്കുന്ന യുഗത്തിൽ പാപങ്ങൾ ക്ഷമിക്കപ്പെടണമെങ്കിൽ അത് സ്വർഗമല്ല. കാരണം സ്വർഗത്തിൽ മലിനമായതൊന്നും പാപക്കറകളുള്ളതൊന്നും പ്രവേശിക്കുകയില്ല. എന്നാൽ നരകത്തിൽ പാപങ്ങൾ ക്ഷമിക്കപ്പെടുകയുമില്ല. കാരണം നിത്യശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടിരിക്കുന്നവർക്ക് രക്ഷ പ്രാപിക്കാൻ സാധിക്കുകയില്ലല്ലോ. പിന്നെ വരാനിരിക്കുന്ന ഏത് യുഗത്തെക്കുറിച്ചാണ് യേശു ഇതിൽ പ്രതിപാദിച്ചിരിക്കുന്നത്? പാപക്ഷമയും കടങ്ങൾക്കുള്ള പ്രതിയും നേടിയെടുക്കുവാൻ ദൈവം ഒരുക്കി വച്ചിരിക്കുന്ന ഈ ശുദ്ധീകരണ സ്ഥലം തന്നെയാണ്. ശുദ്ധീകരണ അഗ്നിയെക്കുറിച്ച് യെശയ്യാ പ്രവാചകനിൽ ഇങ്ങനെ വെളിപ്പെടുത്തുന്നു: ഞാൻ എൻ്റെ കരം നിനക്കെതിരായി ഉയർത്തും, ചൂളയിൽ എന്ന പോലെ ഉരുക്കി നിന്നെ ശുദ്ധി ചെയ്യും. നിന്നിൽ കലർന്നിരിക്കുന്ന വിലകെട്ട ലോകം ഞാൻ നീക്കിക്കളയും. ഈ കേട്ട വചനത്തെക്കുറിച്ച് ബ്രദറിനൊന്ന് വിശദീകരിക്കാമോ?
യെശയ്യാ പ്രവാചകൻ്റെ ഈ വചനത്തിലൂടെ ദൈവം നമുക്ക് ഒരു പുതിയ ബോധ്യം തരികയാണ്. അതായത് ചൂളയിൽ എന്ന പോലെ ഉരുക്കി നിന്നെ ശുദ്ധി ചെയ്യും. ശുദ്ധീകരണത്തിലെ ആത്മാവ് ശുദ്ധീകരണാഗ്നിയിൽ ആ ആത്മാവ് കിടന്ന ഒരു പിടയുന്ന അവസ്ഥയെക്കുറിച്ച് പ്രവാചകൻ നമ്മളെ ഉത്ബോധിപ്പിക്കുക. അതായത് ഒരു വ്യക്തി വിശ്വാസവും മാനസാന്തരവുമുള്ളൊരു വ്യക്തി മരിച്ചു കഴിയുമ്പോൾ ആ വ്യക്തിയുടെ ആത്മാവ് ദൈവത്തിനോട് ചേരുവാനായിട്ട് അത്യധികം ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ ആ വ്യക്തി ഭൂമിയിൽ വെച്ച് ചെയ്ത പാപത്തിൻ്റെ അല്ലെങ്കിൽ താൽക്കാലിക ശിക്ഷയുടെ ഫലമായി സ്വർഗത്തിൽ പ്രവേശിക്കാൻ സാധിക്കുന്നില്ല. അപ്പോൾ ശുദ്ധീകരണത്തിലെ ആത്മാക്കൾ ലോകത്ത് ജീവിച്ചിരുന്നപ്പോൾ നല്ല പ്രവൃത്തി ചെയ്തിട്ടും സ്വർഗത്തിൽ പ്രവേശിക്കാൻ പറ്റാതെ ഇങ്ങനെ ദിവസങ്ങളും മാസങ്ങളും ഇങ്ങനെ കാലം നീണ്ടുപോകും തോറും ഈ ആത്മാവ് അത്യധികമായി ഈ ശുദ്ധീകരണ സ്ഥലത്തിൽ വേദനിക്കുന്ന ആ വേദനയെയാണ് ശുദ്ധീകരണ ആഗ്നി എന്ന് സഭ നമ്മളെ ഉത്ബോധിപ്പിക്കുന്നത്. അപ്പോൾ ഈ ശുദ്ധീകരണ അഗ്നി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം നമ്മുടെ ശരീരത്തിൽ ഒരു തീ പൊള്ളലേറ്റാൽ നമ്മൾ അനുഭവിക്കുന്ന വേദന അതിനേക്കാളും കഠോരമാണെന്ന് പറയണേ ശുദ്ധീകരണാഗ്നിയിൽ കിടക്കുന്ന ആത്മാക്കൾ അനുഭവിക്കുന്ന വേദന. അപ്പോൾ വീണ്ടും പ്രവാചകൻ പറയുന്നുണ്ട്, ചൂളയിൽ എന്ന പോലെ ഉരുക്കി നിന്നെ ശുദ്ധി ചെയ്യും, നിന്നിൽ കലർന്നിരിക്കുന്ന വിലക്കെട്ട ലോഹം ഞാൻ നീക്കിക്കളയും. അപ്പോൾ ലോകത്തുള്ള മറ്റുള്ള ബന്ധുക്കളും സുഹൃത്തുക്കളും ഈ ആത്മാവിന് വേണ്ടി പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ ഈ ശുദ്ധീകരണ സ്ഥലത്തിലെ ഈ ആത്മാവ് അനുഭവിക്കുന്ന വേദനകൾ ദൈവം ഘട്ടഘട്ടമായി എടുത്തു മാറ്റി ശുദ്ധീകരിക്കപ്പെട്ട് വിശുദ്ധി പ്രാപിച്ചു കഴിയുമ്പോഴാണ് ഈ ആത്മാവിന് സ്വർഗത്തിൽ പ്രവേശിക്കാൻ സാധിക്കുക. അപ്പോൾ ചുരുക്കത്തിൽ പറഞ്ഞാൽ ശുദ്ധീകരണാഗ്നി എന്ന് പറഞ്ഞാൽ നമ്മുടെ ആത്മാവിനെ ശുദ്ധീകരിക്കുന്ന ഒരു വലിയ പ്രക്രിയയാണ് നടക്കുകയാണത്. പ്രഭാഷകൻ 7:33 ഇങ്ങനെ എഴുതിയിരിക്കുന്നു: ജീവിച്ചിരിക്കുന്നവർക്ക് ഉദാരമായി നൽകുക, മരിച്ചവരോടുള്ള കടമ മറക്കരുത്. ശുദ്ധീകരണാത്മാക്കൾക്ക് എങ്ങനെ ശുദ്ധീകരണം നേടാൻ കഴിയും? ഇതിനെപ്പറ്റി ബ്രദറിന് എന്തെങ്കിലും വിശദീകരണം തരാൻ പറ്റുമോ? ശുദ്ധീകരണത്തിലെ ആത്മാക്കൾക്ക് അവരനുഭവിക്കുന്ന ആ വേദന, അവർ ശുദ്ധീകരണ സ്ഥലത്ത് കിടന്നുകൊണ്ട് അവർക്ക് ഇനി ഒന്നും ചെയ്യാൻ സാധിക്കുകയില്ല. അവർ ചെയ്യുന്ന പ്രവൃത്തിയുടെ ഫലം ഭൂമിയിൽ ജീവിച്ചിരിക്കുമ്പോഴോ അവർക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ ഈ ആത്മാക്കൾ രക്ഷ പ്രാപിക്കണമെങ്കിൽ വിശ്വാസികൾ, ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന വ്യക്തികൾ അവരുടെ ആത്മാവിന് നിത്യശാന്തിക്ക് വേണ്ടി വിശുദ്ധ കുർബാനയിലൂടെയും ഉപവാസത്തിലൂടെയും ദണ്ഡവിമോചന പ്രാർത്ഥനയിലൂടെയും അങ്ങനെ സഭ പറഞ്ഞിട്ടുള്ള, നമ്മളോട് ഉത്ബോധിപ്പിച്ചിട്ടുള്ള പ്രാർത്ഥനാ രീതികൾ പ്രാർത്ഥിക്കുമ്പോൾ മാത്രമേ അവർക്ക് അവിടുന്ന് പരിപൂർണമായ വിടുതൽ ലഭിക്കുകയുള്ളൂ. നമുക്കറിയാം, വിശുദ്ധന്മാരെ ജീവിതം എടുത്ത് നോക്കിയാൽ ഓരോ വിശുദ്ധനും മറ്റുള്ള ആത്മാക്കളെ നേടാൻ വേണ്ടി ഒത്തിരി സഹനങ്ങളും ഒത്തിരി ഉപവാസങ്ങളും എടുത്ത് പ്രാർത്ഥിച്ച സംഭവങ്ങൾ നമ്മൾ വിശുദ്ധന്മാരെ പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. വിശുദ്ധ എവുപ്രാസ്യമ്മ തന്നെ ചരിത്രം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, ഒത്തിരി ആത്മാക്കളെ എവുപ്രാസ്യമ്മ പ്രാർത്ഥിച്ച് ഉപവസിച്ച് കഠിനമായ ഉപവാസം എടുക്കാറോ എവുപ്രാസ്യമ്മ. അതിലൂടെ ഒത്തിരി ആത്മാക്കൾ സ്വർഗത്തിൽ പ്രവേശിക്കുന്നതായിട്ട് എവുപ്രാസ്യമ്മ കണ്ടിട്ടുണ്ടെന്നുള്ളതാണ്. അപ്പോൾ ഞാനും നിങ്ങളുമൊക്കെ നമ്മുടെ മരിച്ചുപോയ കുടുംബത്തിലുള്ള ആത്മാക്കൾക്ക് വേണ്ടി എത്രത്തോളം സഹിച്ച് അവിടെ ആത്മാക്കൾ രക്ഷപ്രാപിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നുവോ അത്രയധികം ആത്മാക്കളെ നമുക്ക് നേടാൻ സാധിക്കും. സാധാരണ ഇതിന് നമ്മുടെ കുടുംബത്തിനാൾ മരിച്ചു കഴിഞ്ഞാൽ കുറച്ച് നാളത്തേക്കൊക്കെ നമ്മൾ പ്രാർത്ഥിക്കും, പിന്നെ നമ്മൾ ആ പ്രാർത്ഥനയോട് മറന്നു പോകും. അല്ലാതെ നിരന്തരം അവർക്ക് വേണ്ടി സഭ പ്രത്യേകമായിട്ട് പറയുന്നുണ്ട്, കുരിശിൻ്റെ വഴി ചൊല്ലി ആത്മാക്കളെ കൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ ആത്മാവിന് ദണ്ഡവിമോചനം ലഭിക്കുന്നൊരവസ്ഥയിലേക്ക് വരുന്ന ആത്മാക്കൾ. അതുകൊണ്ട് വീണ്ടും യൂദയുടെ ലേഖനത്തിൽ 1-ാം അധ്യായം 23-ാം വചനം പറയുന്നുണ്ട്, അഗ്നിയിൽ അകപ്പെട്ടവരെ പിടിച്ചു കയറ്റുവിൻ. അത് ഈ ശുദ്ധീകരണത്തിലെ ആത്മാക്കളെ കുറിച്ചാണ് ആ ലേഖനത്തിൽ പറയുന്നത്. അഗ്നിയിൽ അകപ്പെട്ടവരെ പിടിച്ചു കയറ്റുവാൻ അവർക്ക് സാധിക്കുകയില്ല.
അതുകൊണ്ട് ഈ കേൾക്കുന്ന നമ്മൾ ഓരോരുത്തരും ശുദ്ധീകരണാത്മാക്കളെ കൊണ്ട് കൂടുതൽ പ്രാർത്ഥിക്കുവാനായിട്ട് സമയം കണ്ടെത്തണമെന്ന് ഞാൻ പ്രത്യേകം പറയുകയാണ്. ഞാൻ ഓർക്കുകയാണ്, നമ്മൾ ഭ്രൂണഹത്യ മൂലം മരിച്ചുപോയ കുഞ്ഞു പൈതങ്ങളെ കൊണ്ട് എല്ലാ ദിവസവും ഞാൻ പ്രാർത്ഥിക്കാറുണ്ട്. അതിന് പ്രധാനപ്പെട്ട കാരണം തന്നെ ഞാൻ ഓർക്കുകയാണ്, ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് ഒരു ബഹുമാനപ്പെട്ട ഒരു അച്ഛൻ്റെ അടുത്ത് കൗൺസിലിങ്ങിന് പോയിരുന്നു, ഒരു ധ്യാനത്തിന് പോയപ്പോൾ. അപ്പോൾ അച്ഛനോട് പറഞ്ഞു, ആൻ്റെ ബ്രദറെ എത്ര മക്കളുണ്ടെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു എനിക്ക് 2 മക്കളത് പെൺകുട്ടികളാണ്. മൂത്ത മോൾ അബിയ, രണ്ടാമത്തെ മോൾ ബിബിയ മോള്. അപ്പം അച്ഛനോട് പറയാ, ആൻ്റെ ബ്രദർക്ക് ഒരു ആൺകുഞ്ഞിനെ ദൈവം തന്നിരുന്നല്ലോ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അച്ഛ, അവനെ എൻ്റെ ചിന്തയിലെങ്ങനെ കിടന്നത്, അച്ഛൻ എന്ത് മണ്ടത്തരം പറയണേ, എനിക്ക് ആൺകുഞ്ഞുണ്ടായിട്ടില്ല. അപ്പം അച്ഛൻ പറയാം, അല്ല ആൻ്റെ ബ്രദറെ, ഒരു ആൺകുഞ്ഞിനെ ദൈവം തന്നിരുന്നു. അങ്ങനെ അച്ഛൻ സംസാരിച്ച് പ്രാർത്ഥിച്ചാലും വിട്ടു. വീണ്ടും കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ഞാൻ വേറെ ബ്രദറിൻ്റെ അടുത്തതുപോലെ കാണാൻ സാധ്യത ഞാൻ ഇങ്ങനെ കൗൺസിലർ എടുത്തപ്പോൾ ആ ബ്രദറും പറഞ്ഞു, ആൻ്റെ ബ്രദറിന് ആൺകുഞ്ഞുണ്ടായിരുന്നല്ലോ എന്നുള്ളത്. അപ്പം എൻ്റെ ചിന്തയിലേക്ക് വീണ്ടും അത് വന്നു. ആ അച്ഛനും അന്നൊന്ന് പറഞ്ഞു, ഈ ബ്രദറെ വീണ്ടും അതിനെക്കുറിച്ച് പറയുന്നല്ലോ. അങ്ങനെ പ്രാർത്ഥിച്ചപ്പോഴാണ് എനിക്ക് വ്യക്തമായൊരു ക്ലാരിറ്റി പരിശുദ്ധാത്മാവ് തരികയായിരുന്നു. അവിടെ എൻ്റെ ആദ്യത്തെ മോളുണ്ടായതിനു ശേഷം കുറച്ച് വർഷങ്ങൾക്ക് ശേഷം എൻ്റെ വൈഫ് രണ്ടാമത് പ്രഗ്നൻ്റായി. 2-2.5 മാസം കഴിഞ്ഞപ്പോൾ ബ്ലീഡിങ് വന്ന് ഭ്രൂണത്തിലായിരിക്കുമ്പോൾ, ഉദരത്തിലായിരിക്കുമ്പോൾ തന്നെ ബ്ലീഡിങ് വന്ന് ആ ഭ്രൂണം മരിച്ചുപോയി. നമ്മളത് ശ്രദ്ധിച്ചില്ല. ഒരു ബ്രദർ പ്രത്യേകം പറയായിരുന്നു, പരിശുദ്ധാത്മാവ് ഇപ്പോൾ പറയുകയാണ്, ആ ഭ്രൂണത്തിൽ മരിച്ചുപോയ കുഞ്ഞ് ഒരു ആൺകുഞ്ഞായിരുന്നു. അന്ന് മുതൽ പരിശുദ്ധാത്മാവിന് പ്രത്യേക ബോധ്യം തന്നു, ഭ്രൂണഹത്യ അല്ലെങ്കിൽ ഭ്രൂണം അബോർഷൻ വന്ന് മരിച്ചു പോകുന്ന കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണമെന്ന്. ഞാൻ ഈ കാര്യം ഒരു അച്ഛനോട് വൈദ്യനോട് ഷെയർ ചെയ്തപ്പോൾ അച്ഛൻ പറഞ്ഞു, നീ തന്നെ ആ ഭ്രൂണത്തിൽ മരിച്ചുപോയ ആത്മാവിന് ഒരു പേര് കൊടുത്തുകൊണ്ട് നീ തന്നെ മാമോദീസ മുക്കി പ്രാർത്ഥിക്കാനായിട്ട് പ്രത്യേകം ഉത്ബോധിച്ചു. അന്ന് മുതൽ ഞാൻ ഈശോയുടെ മുമ്പിൽ ആ കുഞ്ഞിന് വേണ്ടി ആബേലെന്ന് പേര് കൊടുത്തുകൊണ്ട് ആ കുഞ്ഞിന് വേണ്ടി, ആ കുഞ്ഞിൻ്റെ ആത്മാവിന് വേണ്ടി നിരന്തരം എപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. പ്രൈസ് ലോർഡ്. അതിനുശേഷം ഞാൻ കുറേ നാൾക്ക് ശേഷം, ഇപ്പോൾ 2 വർഷം മുമ്പ് ഒരു ധ്യാനത്തിൽ ഇതുപോലെ കൗൺസിലിംഗ് ഒരു ബ്രദർ പറഞ്ഞു, ഒരു കുഞ്ഞ് സ്വർഗത്തിലിരുന്ന് പ്രാർത്ഥിക്കുന്നതായിട്ട് കാണിച്ചിരുന്നു. അപ്പം എൻ്റെ ചിന്തയിലേക്ക് വരും, ദൈവമേ, ഞാനന്ന് അബോർഷൻ പോകാൻ അല്ലെങ്കിൽ ബീഡി പോകാൻ പോയ കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ ആ കുഞ്ഞ് സ്വർഗത്തിലിരുന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുക. വിശുദ്ധ ജത്രൂഡിന് ഈശോ പറഞ്ഞു കൊടുത്ത ഒരു പ്രാർത്ഥന: നിത്യപിതാവേ, ഇന്നേ ദിവസം ലോകസകലം അർപ്പിക്കപ്പെടുന്ന ദിവ്യബലികളിൽ അങ്ങേക്ക് സമർപ്പിക്കപ്പെടുന്ന അങ്ങേ തിരുക്കുമാരൻ്റെ തിരുരക്തം ശുദ്ധീകരണ സ്ഥലത്തെ സകല ആത്മാക്കൾക്കും ലോകത്തിലെ എല്ലാ പാപികൾക്കും സാർവത്രിക സഭയിലും എൻ്റെ കുടുംബത്തിലെയും പാപികൾക്ക് വേണ്ടിയും ഞാൻ കാഴ്ചവെച്ചു കൊള്ളുന്നു. ആമേൻ. പ്രിയ സഹോദരങ്ങളെ, ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുമ്പോൾ ഓരോ പ്രാർത്ഥനയിലും 1000 ആത്മാക്കൾ ആ സ്വർഗത്തിലേക്ക് കടന്നു പോകുന്നതായിട്ട് ഇതിൽ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. നമ്മൾ നമ്മുടെ കുടുംബത്തിലുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും, അതുപോലെ തന്നെ നമ്മുടെ ബന്ധുമിത്രാദികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും, അപകടത്തിൽപ്പെട്ട മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും, ദൈവത്തെ അറിയാതെ ഈ ലോകത്ത് ജീവിച്ച് ഈ ലോകത്തോട് വിട പറഞ്ഞ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അതുപോലെ നമ്മുടെ കുടുംബത്തിൽ നിന്നും നമ്മുടെ ബന്ധുമിത്രാദികളിൽ നിന്നും ഈ ലോകത്തിൽ നിന്നും അബോർഷൻ വഴി ഈ ലോകത്തോട് വിട പറഞ്ഞ ആത്മാക്കൾക്ക് വേണ്ടിയിട്ടും നാം പ്രാർത്ഥിക്കേണ്ടിയിരിക്കുന്നു. അതുപോലെ പ്രാർത്ഥിക്കാനില്ലാത്ത ഒത്തിരി ആൾക്കാർ അങ്ങനെയുണ്ട്, ഒത്തിരി ആത്മാക്കൾ അങ്ങനെയുണ്ട്. അവർക്ക് വേണ്ടിയിട്ടും നാം പ്രാർത്ഥിക്കണം. നാം ഓരോ ആത്മാക്കളെ നാം സ്വർഗത്തിലേക്ക് നേടിക്കൊടുക്കുമ്പോഴും ആ ദൈവസന്നിധിയിലേക്ക് നമ്മൾ കയറ്റിവിടുമ്പോഴും ദൈവത്തിൻ്റെ കൃപ നമ്മളിലും നമ്മുടെ കുടുംബങ്ങളിലും ദൈവം ഒഴുക്കും. ഇന്ന് പലരും ശുദ്ധീകരണത്തിലെ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാതെ അലസമായി കഴിയുന്ന പല വിശ്വാസികളെയും നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാതിരിക്കുമ്പോൾ ഉണ്ടാകുന്നൊരവസ്ഥയെക്കുറിച്ച് ഞാനൊരു സംഭവം വായിച്ച് ഓർക്കുകയാണ്. അതിൽ വിശുദ്ധ യാക്കോബ് ലേഖനത്തിൽ 4-ാം അധ്യായം 17-ാം വചനം, ചെയ്യേണ്ട നന്മ ഏതാണെന്നറിഞ്ഞിട്ടും അത് ചെയ്യാതിരിക്കുന്നവൻ പാപം ചെയ്യുന്നു. അതായത് ഫ്ലോറൻസിലെ ആർച്ച് ബിഷപ്പായിരുന്ന വിശുദ്ധ അന്തോണിനൂസ്, ആ ബിഷപ്പിൻ്റെ ആശ്രമത്തിൽ, ഡൊമിനിക്കൻ ആശ്രമത്തിൽ ഒരു ബിഷപ്പായിരുന്നു, വൈദികനായിരുന്നു, ബിഷപ്പായിരുന്നു, വിശുദ്ധനായി പിന്നീട്.
ആ ഡൊമിനിക്കൻ ആശ്രമത്തിൽ നിരന്തരം വന്നുകൊണ്ടിരുന്ന ഈ ബിഷപ്പിൻ്റെ ഒരു സുഹൃത്ത്, മാന്യമായിട്ട് വിശുദ്ധിയിൽ വിശ്വാസത്തിൽ ജീവിച്ചിരുന്നൊരു വ്യക്തിയായിരുന്നു. അദ്ദേഹം മരിച്ചു. കുറേ നാളുകൾ കഴിഞ്ഞു. ഈ ബിഷപ്പും ആ ആശ്രമത്തിലെ വൈദികരൊക്കെ ഈ ആത്മാവിന് വേണ്ടി പ്രത്യേക കുർബാനകളും കർമ്മങ്ങളൊക്കെ വെച്ച് പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. കുറേ നാളുകൾ കഴിഞ്ഞപ്പോൾ ബിഷപ്പ് ഒരു ദിവസം സ്വപ്നത്തിൽ കാണുകയാണ് ഈ വ്യക്തിയുടെ ആത്മാവ് അതികഠിനമായ വേദനയാൽ ഇങ്ങനെ വേദനിക്കുന്നതായിട്ട് ഈ വിശുദ്ധൻ കാണുകയാണ്. അപ്പോൾ ബിഷപ്പ് ഈ ആത്മാവിനോട് ചോദിക്കുകയാണ്, എൻ്റെ സ്നേഹിത, വളരെയധികം ഭക്തിയോടും വിശ്വാസത്തോടും വിശുദ്ധിയോടും ഈ ലോകത്ത് ജീവിച്ച നീ ഇപ്പോഴും ശുദ്ധീകരണ സ്ഥലത്ത് തന്നെയാണല്ലോ, നിനക്ക് എന്താ പറ്റിയത്? അപ്പോൾ ആ ആത്മാവ് വിശുദ്ധിന് കൊടുക്കുന്ന മറുപടി ഇങ്ങനെയാണ്, അതെ, ഞാനിപ്പോഴും ശുദ്ധീകരണ സ്ഥലത്ത് തന്നെ കിടക്കുക. ഇനിയും എനിക്ക് കുറേ നാളും കൂടിയും ശുദ്ധീകരണ സ്ഥലത്ത് കിടക്കേണ്ടി വരും. കാരണം എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഈ ലോകത്ത് ജീവിച്ചിരുന്നപ്പോൾ മരിച്ചുപോയ ശുദ്ധീകരണത്തിലെ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ സമയം കണ്ടെത്തിയിരുന്നില്ല. ഞാനതെല്ലാം അലസമായി, എനിക്കതിനോട് വലിയ വിശ്വാസമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇന്ന് ഞാൻ ശുദ്ധീകരണ സ്ഥലത്ത് കിടക്കുമ്പോൾ ഈശോ എന്നോട് പ്രത്യേകമായിട്ട് പറയാ, നീ ലോകത്ത് ജീവിച്ചിരുന്നപ്പോൾ ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്ക് വേണ്ടി ഇരുന്നതുകൊണ്ട് ഇപ്പോൾ നിനക്ക് ഭൂമിയിലിരുന്ന് ആരൊക്കെ പ്രാർത്ഥിക്കുന്നുവോ ആ പ്രാർത്ഥനകൾ മുഴുവനായിട്ടും നീ പ്രാർത്ഥിക്കാത്ത ആത്മാക്കളുടെ വിശുദ്ധീകരണത്തിന് വേണ്ടി ഞാൻ സമർപ്പിക്കുന്നു ഈശോ പ്രത്യേക ഈ ആത്മാവിനോട് പറഞ്ഞവരാണ്. അപ്പോൾ ചുരുക്കത്തിൽ പറഞ്ഞാൽ, നമ്മൾ ഈ ലോകത്ത് ജീവിച്ചിരിക്കുമ്പോൾ ശുദ്ധീകരണത്തെ ആത്മാക്കളെ കൊണ്ട് പ്രാർത്ഥിച്ചില്ലെങ്കിൽ ഈ വിശുദ്ധനോട് ഈ ആത്മാവ് വന്ന് പറഞ്ഞതുപോലെ എത്രയോ ആത്മാക്കൾ ഇപ്പോഴും ശുദ്ധീകരണ സ്ഥലത്ത് കിടന്ന് വേദനയോടെ കഴിയുന്നുണ്ട്. എന്നിട്ട് ഈ ആത്മാവ് ബിഷപ്പിനോട് പറയുകയാണ്, ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കളോട് ഞാൻ കാണിച്ച അവഗണനയ്ക്ക് പരിഹാരം ചെയ്യേണ്ടിയിരിക്കുന്നു. അപ്പോൾ ഭൂമിയിൽ ഈ ആത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന എല്ലാ പരിഹാര കർമ്മങ്ങളും പ്രാർത്ഥനകളും ഈ ഏത് ആത്മാവിനെയൊക്കെ അവഗണിച്ചോ അവരെ വിശുദ്ധീകരണത്തിന് വേണ്ടി സമർപ്പിക്കുന്നുവെന്ന് ഈശോ പ്രത്യേകമായൊരു ബോധ്യം ഈ ആത്മാവിന് കൊടുത്തെന്ന് പറയുന്നത്. അതിന് യാക്കോബ് ശ്ലീഹ പറയുന്നത്, ചെയ്യേണ്ട നന്മ ഏതാണെന്നറിഞ്ഞിട്ടും അത് ചെയ്യാതിരിക്കുമ്പോൾ പാപം ചെയ്യുന്നു. ശരിക്കും നമ്മളൊക്കെ പാപം ചെയ്യുകയല്ലേ? പിന്നെ ചിലർക്കൊരു രീതിയുണ്ട്, നമ്മുടെ കുടുംബത്തിൽ നിന്ന് മരിച്ചുപോയ ആത്മാക്കൾക്ക് മാത്രമേ പ്രാർത്ഥിക്കുള്ളൂ, ബാക്കി ആർക്കും പ്രാർത്ഥിക്കാൻ സമയമോ മനസ്സോ ഇല്ലാത്ത അവസ്ഥ. സഹോദരങ്ങളെ, നമ്മൾ ഒരു വ്യക്തിയുടെ ആത്മാവിന് നിത്യശാന്തിക്ക് വേണ്ടി എത്രയധികം ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നുവോ ആ ആത്മാവ് സ്വർഗത്തിൽ പ്രവേശിച്ച് കഴിയുമ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെ ഫലം നമുക്ക് ലഭിച്ചിരിക്കും. അതുമല്ല, നമ്മൾ മരിച്ചു കഴിയുമ്പോൾ നമ്മുടെ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ മറ്റുള്ളവരും ബാധ്യസ്ഥരായി തീരും. അവസാനമായൊരു ക്വസ്റ്റ്യൻ ബ്രദറെ, നമ്മൾ ഇത്രയും നേരം ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്നൊക്കെ പറഞ്ഞു. ഇനിയിപ്പോൾ ഇവർക്ക് വേണ്ടി എങ്ങനെ പരിഹാരം ചെയ്യാൻ, എങ്ങനെ പ്രാർത്ഥിക്കാൻ കഴിയും? അങ്ങനെ ഒരു ചോദ്യം അവസാനമായിട്ട്. ഇപ്പോൾ ഒത്തിരി സഹോദരങ്ങൾക്ക് ഇതിനെപ്പറ്റി അറിയില്ല എങ്ങനെ പ്രാർത്ഥിക്കണമെന്ന്. അപ്പോൾ ബ്രദറിൻ്റെ അറിവനുസരിച്ച് നമുക്ക് എങ്ങനെയൊക്കെ പ്രാർത്ഥിക്കാൻ കഴിയും? ഈ നമ്മളെ കേട്ടുകൊണ്ടിരിക്കുന്ന സഹോദരങ്ങൾക്ക് അതൊന്ന് പറഞ്ഞു കൊടുക്കാമോ? സഭ പല പ്രാർത്ഥനകളും പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ ഉത്ബോധിപ്പിക്കുന്നുണ്ട്. എനിക്ക് ഏറ്റവും പ്രധാനപ്പെട്ട പ്രാർത്ഥന വിശുദ്ധ കുർബാനയിലൂടെയാണ്. വിശുദ്ധ ജത്രുവിനെ ഈശോ പഠിപ്പിച്ചത് തന്നെയല്ലേ, ലോകമാസകലം അർപ്പിക്കപ്പെടുന്ന വിശുദ്ധ കുർബാനയിൽ യേശുവിൻ്റെ തിരുരക്തത്തിൻ്റെ യോഗ്യതയാൽ, അതാണ് ഏറ്റവും വലിയ യോഗ്യത. യേശുവിന് തിരുരക്തത്തിൻ്റെ യോഗ്യതയാൽ ആത്മാക്കളെ നേടിയെടുക്കാൻ പറ്റുന്ന തന്നെ ആ പ്രാർത്ഥനയിൽ ഈശോ ജത്രുവിന് പറഞ്ഞപ്പോൾ നമ്മളോട് തന്നെ പറഞ്ഞിരിക്കുന്നത്. അതുപോലെ ഫാത്തിമയിലെ സുഹൃത്ത് ജപം, അതും ശുദ്ധീകരണാത്മാക്കൾക്ക് വേണ്ടി ഫലപ്രദമായ ഒരു പ്രാർത്ഥനയാണെന്ന് മാതാവ് അന്ന് ഉത്ബോധിച്ചിട്ടുണ്ട്. നമ്മുടെ ജപമാലയ്ക്ക് എത്തിക്കുന്നതാണ്. എൻ്റെ ഈശോയെ, ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ, നരാഗ്നി ഞങ്ങളെ രക്ഷിക്കണമേ, എല്ലാ ആത്മാക്കളെയും വിശിഷ്ട അങ്ങ് സഹായം ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള ആത്മാക്കളെയും സ്വർഗത്തിലേക്ക് ആനയിക്കണമേ. അവിടെയും ആത്മാക്കൾ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുകയാണ്. അവിടെ നമ്മുടെ മരിച്ചുപോയവരുണ്ടെങ്കിൽ ആ ആത്മാക്കളെ സമർപ്പിച്ച് നമുക്ക് ഈ പ്രാർത്ഥന ചൊല്ലുമ്പോൾ അവർക്ക് വിടുതൽ കിട്ടുന്നതായിട്ട്. അതുപോലെ ജപമാല, കുരിശിൻ്റെ വഴി,
കുരിശിൻ്റെ വഴിയിൽ നമ്മൾ ഓരോ ആത്മാക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോഴും ആത്മാക്കൾക്ക് അവിടെ നിത്യശാന്തി ലഭിക്കുക. അതുപോലെ ഓരോ ആത്മാക്കൾക്ക് വേണ്ടി നമ്മൾ സുഹൃദേവത്തിലൂടെ പ്രാർത്ഥിക്കാം. ഈശോ, മറിയം, ഔസേപ്പെ, നിന്നെ ഞാൻ സ്നേഹിക്കുന്നു, ആത്മാവിനെ രക്ഷിക്കണമേ. ഒരാത്മാവ് രക്ഷ പ്രാപിക്കും. കരുണയുടെ ജപമാലയിലൂടെയും ആത്മാക്കളെ രക്ഷ പ്രാപിക്കുന്നുണ്ട്. അതുപോലെയാണ് സഭ നമ്മൾ ഉത്ബോധിപ്പിക്കുന്ന ഗ്രിഗോറിയൻ കുർബാന എന്ന് പറഞ്ഞാൽ. വിശുദ്ധ ഗ്രിഗോറിയനിലൂടെയാണ് ഈ കുർബാനയെക്കുറിച്ച് നമ്മളൊക്കെ മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. അതിങ്ങനെയാണ്, അത് 30 ദിവസം നിരന്തരമായിട്ട് ഒരു ആത്മാവിന് വേണ്ടി വിശുദ്ധ കുർബാന അർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ആ ആത്മാവ് രക്ഷ പ്രാപിച്ചതായിട്ട് വിശുദ്ധ ഗ്രിഗോറിയയ്ക്ക് അനുഭവപ്പെട്ടിട്ടുള്ളതായിട്ട് നമ്മൾ വായിച്ചിട്ടുണ്ട്. പക്ഷേ ഈ ഗ്രിഗോറിയൻ കുർബാന ഈ ലോകത്ത് ജീവിച്ചിരിക്കുന്ന ഒരു വ്യക്തിയുടെ ആത്മാവിന് നിത്യശാന്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറ്റില്ല. അപ്പം മരിച്ചുപോയ ശുദ്ധീകരണത്തിൽ കിടക്കുന്ന ആത്മാക്കളെ സമർപ്പിച്ച് 30 ദിവസം ഈ ആത്മാവിന് വേണ്ടി മാത്രം പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ ആത്മാവ് സ്വർഗരാജ്യം നിത്യശാന്തി ലഭിക്കുന്നതായിട്ട് വിശുദ്ധ ഗ്രിഗോറിയയ്ക്ക് വെളിപ്പെട്ടതായിട്ടാണ് നമ്മൾ ആ സംഭവത്തിൽ വായിക്കാൻ സാധിക്കുന്നത്. ഞാനും ബ്രദറെ ഇതുപോലെ ശുദ്ധീകരണാത്മാക്കളെ വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ 4 തലമുറയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട്. അതിങ്ങനെയാണ്. ഇപ്പം എൻ്റെ കുടുംബം എടുക്കാം. എൻ്റെ അപ്പൻ്റെ വീടുമ്പോൾ ആളൂക്കാരൻ കുടുംബത്തിൽ മരിച്ചുപോയ എല്ലാ ആത്മാക്കളെ സമർപ്പിച്ച് ഞാൻ പ്രാർത്ഥിക്കാറുണ്ട്. എൻ്റെ അമ്മയുടെ കുടുംബം ആഴ്ചങ്ങാടൻ കുടുംബത്തിൽ മരിച്ചുപോയ എല്ലാ ആത്മാക്കളെയും സമർപ്പിച്ചും പ്രാർത്ഥിക്കാറുണ്ട്. അതുപോലെ എൻ്റെ ഭാര്യയുടെ അപ്പൻ്റെ കുടുംബത്തിൽ നിന്ന് മരിച്ചുപോയ, മണവാളൻ കുടുംബത്തിൽ നിന്ന് മരിച്ചുപോയ എല്ലാ ആത്മാക്കളെ സമർപ്പിച്ച് ഞാൻ പ്രാർത്ഥിക്കാറുണ്ട്. അതുപോലെ ഭാര്യയുടെ അമ്മ മഴുവഞ്ചേരി കുടുംബത്തിൽ നിന്ന് മരിച്ചുപോയ എല്ലാ ആത്മാക്കളെ സമർപ്പിച്ച് ഞാൻ എല്ലാ മാസത്തിലും ഈ 4 തലമുറയിലും മരിച്ചുപോയ ആത്മാക്കൾക്ക് വേണ്ടി ഓരോ കുർബാന എത്തിച്ച് പ്രാർത്ഥിക്കാറുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും എനിക്ക് വിശ്വാസമുണ്ട്, ഈ 4 തലമുറയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ ആ മരിച്ചുപോയ ആത്മാക്കൾക്ക് ഏതെങ്കിലും ഒരു ശുദ്ധീകരണ പ്രക്രിയ, നമ്മൾ നേരത്തെ കേട്ടതുപോലെ ശുദ്ധീകരണ ആത്മാക്കൾ കിടന്ന് ആത്മാവിന് നിത്യശാന്തി ലഭിക്കണമെങ്കിൽ എൻ്റെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നുള്ള വിശ്വാസം എനിക്കുണ്ട്. അതുപോലെ നമ്മുടെ ഇടയിൽ കാണാവുന്ന ഒരു പ്രത്യേകത ബ്രദറെ, ഈ മരിച്ചുപോയ ആത്മാക്കൾക്ക് വേണ്ടി അവരിപ്പോൾ 41 അല്ലെങ്കിൽ ആണ്ടിൻ്റെ അന്നോ 7 ആ ദിവസങ്ങളിൽ മാത്രം പ്രാർത്ഥിക്കുന്ന ചിലരെ കാണാറുണ്ട്. ചടങ്ങ് അടിക്കുന്ന പോലെ. പക്ഷെ അതിനേക്കാൾ ഉപരിയായിട്ട് സാധിക്കുന്ന ദിവസങ്ങളിലൊക്കെ ഈ ആത്മാക്കളെ സമർപ്പിച്ച് വിശുദ്ധ കുർബാനയിലും ജപമാലയിലും പ്രാർത്ഥിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. അതുപോലെ തന്നെ ആരാരും പ്രാർത്ഥിക്കാനില്ലാത്ത ഒത്തിരി ആത്മാക്കളുണ്ടെന്നോ. അപ്പം അവരെയും കൂടി സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ആരാരും അപകടത്തിൽപ്പെട്ട് മരിച്ചുപോയവർ, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ, ഭ്രൂണഹത്യ മൂലം മരിച്ചുപോയ ആത്മാക്കളുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടി എല്ലാവരും സാധിക്കാവുന്ന സമയങ്ങളിൽ പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ ആത്മാക്കൾ രക്ഷ പ്രാപിക്കുകയാണ്. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം, നമ്മൾ ഈ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന എൻ്റെ അവസ്ഥ എവിടെ നിൽക്കുന്നു? എൻ്റെ പ്രാർത്ഥന ദൈവം കേൾക്കണമെങ്കിൽ ഞാനും അനുതാപ ശുശ്രൂഷയിലൂടെ കുമ്പസാരം എന്ന കുദാശയിലൂടെ വിശുദ്ധീകരിച്ച് നിർമ്മലമായ മനസ്സോടെ യേശുവിനോട് കൂടെ നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ മാത്രമേ ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കുകയുള്ളൂ. അതുകൊണ്ട് പ്രാർത്ഥിക്കുന്ന എനിക്കും ഈ ശുദ്ധീകരണം നടക്കേണ്ടിയിരിക്കുന്നു. എൻ്റെ ഹൃദയത്തിലും എൻ്റെ ആത്മാവിലും ഈ ശുദ്ധീകരണ പ്രക്രിയ നടന്നാൽ മാത്രമേ എൻ്റെ പ്രാർത്ഥന ദൈവം കേൾക്കുകയുള്ളൂ. ഞാൻ പ്രാർത്ഥിക്കുന്ന ആത്മാവിന് നിത്യശാന്തി ലഭിക്കുകയുള്ളൂ. പ്രിയ സഹോദരങ്ങളെ, നമുക്കെല്ലാവർക്കും ഒരു നിമിഷം മരിച്ചുപോയ എല്ലാ ആത്മാക്കളെയും സ്വർഗത്തിലേക്ക് അനയിക്കുവാൻ വേണ്ടിയിട്ട് നമുക്കൊന്ന് ചേർന്ന് പ്രാർത്ഥിക്കാം. ഓ എൻ്റെ ഈശോയെ, ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ, നരകാഗ്നിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എല്ലാ ആത്മാക്കളെയും, വിശിഷ്യ അങ്ങേ സഹായം ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള ആത്മാക്കളെയും സ്വർഗത്തിലേക്ക് അനയിക്കുകയും ചെയ്യണമേ. ആമേൻ. കുരിശ് രക്ഷയുടെ അടയാളമാണ്. സ്നേഹത്തിൻ്റെയും പങ്കുവെക്കലിൻ്റെയും മഹത്തായ അനുഭവം. ആ വലിയ രക്ഷയുടെ സാന്നിധ്യം നമ്മുടെ ജീവിതത്തെ സമ്പൂർണ്ണമാക്കട്ടെ. ഏവർക്കും ക്രിസ്തു സ്നേഹവും സമാധാനവും നേരുന്നു. പ്രാർത്ഥനയും നമുക്ക് പരസ്പരം ഓർമ്മിക്കാം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കാൻ മറക്കരുത്. eldroyvision.uae@gmail.com. ഞങ്ങളെ ഉണർത്തുന്ന പുതിയ പ്രഭാതം, അതിരുകൾ ഭേദിക്കും സ്നേഹത്തിൻ്റെ രശ്മികൾ. ഞങ്ങളെ ഉണർത്തുന്ന പുതിയ പ്രഭാതം,
മന്ന മന്ന